നമ്മുടെ ഭോപ്പാലിൽ നിന്ന് കേരളയിലോട്ടുള്ള രണ്ടാമത്തെ ദിവസമാണ്. നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്ത ഹോട്ടലിൽ നിന്ന് ഏകദേശം വെളുപ്പിന് 4 മണിയോടുകൂടി ഞങ്ങൾ ഇറങ്ങി. 4 മണിയായപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് ലഗേജൊക്കെ റെഡിയാക്കി ഫ്രഷായി വണ്ടിയൊക്കെ കയറി. പിള്ളേരൊക്കെ എഴുന്നേറ്റു. വെളുപ്പിന് 4 മണിയാണ് സമയം. യാത്രയുടെ ത്രില്ലിൽ ആർക്കും എഴുന്നേക്കാനുള്ള ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. ഇവിടെ നിന്ന് നമുക്ക് നേരെ പോകേണ്ടത് ബാംഗ്ലൂരാണ്. ബാംഗ്ലൂരിൽ നിന്ന് ഞങ്ങളുടെ ഒരു ഫ്രണ്ടിനെയും കൂടെ പിക്ക് ചെയ്യാനുണ്ട് എയർപോർട്ടിൽ നിന്ന്. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ വണ്ടിയൊക്കെ എടുത്ത് അവിടുന്ന് യാത്ര തിരിച്ചു. യാത്രയൊക്കെ നല്ല രസമായിരുന്നു. റൂട്ടിൽ കൂടെ പോകാനായിട്ട് കുറേ നേരമൊക്കെ ആയപ്പോഴത്തേക്ക് എല്ലാവർക്കും ഏകദേശം വിശന്ന് തുടങ്ങി. ഇവിടുന്നേലും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നല്ലൊരു റെസ്റ്റോറൻ്റൊക്കെ തപ്പിയായിരുന്നു അടുത്ത യാത്ര. അങ്ങനെ കുറേ ദൂരം ഓടിക്കഴിഞ്ഞപ്പോൾ ഏകദേശം അത്യാവശ്യം ഫുഡ് കഴിക്കാൻ പറ്റിയ ഒരു റെസ്റ്റോറൻ്റൊക്കെ ഞങ്ങൾ കണ്ടുപിടിച്ചു. ഞങ്ങളുടെ കൂടെ ഒരു ഫാമിലി കൂടി ഉണ്ടായിരുന്നു. അവരാണ് അവിടെ ആദ്യം വന്നത്. അവർ പറഞ്ഞ് റോഡ് സൈഡിൽ തന്നെ നല്ല റെസ്റ്റോറൻ്റ് ഉണ്ട്, അത്യാവശ്യം ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും അവിടെ ഇറങ്ങി ഫ്രഷ് ആവാനൊക്കെ ഒന്ന് പോയി വാഷ്റൂമിലൊക്കെ പോയി വന്ന് ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തു. കൂടെയുള്ള എല്ലാവരും തന്നെ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരമൊക്കെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം അവർ ഫുഡൊക്കെ കൊണ്ടു തന്നു. ഞാൻ എന്നാൽ പിന്നെ പുറത്തെ കുറച്ച് വ്യൂസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ നോക്കി. നല്ല രസമുണ്ട് സ്ഥലമൊക്കെ കാണാനായിട്ട്. അത്യാവശ്യം നല്ല ആംബിയൻസൊക്കെയാണ് ഇരുന്ന് കഴിക്കാനൊക്കെ. വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. രാവിലെ സമയമായിരുന്നു. പൂരി, മസാല ദോശ, വട, സാമ്പാർ അങ്ങനെ 2-3 ഐറ്റംസ് ഉണ്ടായിരുന്നു. അതിൽ 2 മസാല ദോശ പൂരിയൊക്കെയാണ് വാങ്ങിച്ചത്. ഏകദേശം നല്ല വിശപ്പായ കാരണം എല്ലാവരൊക്കെ ഏകദേശം എന്തൊക്കെ എടുത്ത് കഴിച്ചു. വയറൊക്കെ നിറഞ്ഞു. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ യാത്ര നേരെ ബാംഗ്ലൂർ ലക്ഷ്യമാക്കി യാത്ര തുടർന്നു. പോണ വഴിക്ക് 2-3 ടോളൊക്കെ ഉണ്ടായിരുന്നു. ടോളൊക്കെ കൊടുത്ത് വലിയ കുഴപ്പമില്ലാണ്ട് യാത്ര എങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പിള്ളേരൊക്കെ ഇടയ്ക്ക് കിടന്ന് കുറച്ച് നേരം ഉറങ്ങുകയൊക്കെ ചെയ്തു. നല്ല വെയിലുണ്ട്. വണ്ടിക്ക് അകത്ത് ഇരിക്കുമ്പോൾ അങ്ങനെ ചൂടറിയുന്നില്ലേ, പക്ഷേ പുറത്ത് നല്ല ചൂടാണ്. അങ്ങനെ ടോളൊക്കെ കൊടുത്ത് യാത്ര മുന്നോട്ട് തന്നെ പോക്കി. അങ്ങനെ കുറേ നേരം പോയപ്പോഴാണ് നമ്മുടെ അനന്തപൂർ കിയയുടെ ഷോറൂം എടുക്കാറായിട്ടുണ്ടെന്ന് പറഞ്ഞ് എന്നാൽ ഒരു വീഡിയോ എടുത്തേക്കാമെന്ന് വിചാരിച്ച് കിയയുടെ ഷോറൂമിൻ്റെ ഒരു വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു. നല്ല രസമുണ്ട് വീഡിയോയിൽ കാണാനായിട്ട്. വീഡിയോ കാണുന്ന പോലെ ഒന്നുമല്ല കേട്ടോ, നേരിട്ട് കാണാൻ വലിയ ഷോറൂമാണ്. ഭയങ്കര ഷോറൂമല്ല, അതിൻ്റെ ഫാക്ടറി ഔട്ട്ലെറ്റാണത്. വലിയൊരു ഞങ്ങൾ ബാംഗ്ലൂർ എയർപോർട്ടിൽ ഇഷ്ടമാക്കി പോവുകയാണ്. 10:30 ആകുമ്പോഴത്തേക്ക് അവളവിടെ ഇറങ്ങുമെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ ഏകദേശം 10:30 കഴിഞ്ഞ് 11 മണിയോളം ആകാറായപ്പോൾ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്യാറായി. ബാംഗ്ലൂർ എയർപോർട്ടിലെത്തി അവളെ പിക്ക് ചെയ്തിട്ട് വേണം ഞങ്ങൾക്ക് അടുത്ത യാത്ര തുടരാൻ. ബാംഗ്ലൂർ എയർപോർട്ട് ടെർമിനൽ 2-ലാണ് വന്നതെന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ എൻട്രി ആയി. കുറേ കിടന്ന് കറങ്ങി, ഒന്നും മനസ്സിലാവുന്നില്ല. കെമ്പഗൗഡ എയർപോർട്ടാണ് ബാംഗ്ലൂർ. ടെർമിനൽ 2 പിക്കപ്പിൽ എങ്ങോട്ടാണ് പോകണ്ടേ, എവിടെ നിന്നാണ് എടുക്കേണ്ടതെന്നൊന്നും അറിയത്തില്ലായിരുന്നു. അതിനകത്തോടെ കുറേ നേരം കിടന്ന് കറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ആൾക്കാരോടൊക്കെ ചോദിച്ച് ഏകദേശം എങ്ങോട്ട് പോകണം, എവിടെ നിന്ന് പിക്ക് ചെയ്യണം എന്നൊക്കെ ചോദിച്ച് ഒരു വട്ടമൊക്കെ കറങ്ങി തിരിഞ്ഞ് ഞങ്ങൾ എത്തി. അവിടെ ചെന്ന് പാർക്ക് ചെയ്ത് കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ അവൾ വരാനായിട്ട്. അവളങ്ങ് അകത്തായിരുന്നു. പിന്നെ രാജീവ് ഇറങ്ങിപ്പോയി വിളിച്ചിട്ട് വരാനും പറഞ്ഞ് ഞങ്ങൾ പോയി. ഞങ്ങൾ വണ്ടി ഒരു സൈഡിൽ പാർക്ക് ചെയ്ത് വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ എയർപോർട്ടിനുള്ളിൽ കൂടെ പാർക്കിംഗ് നോക്കി. പാർക്കിങ്ങിൻ്റെ അവിടെ പോയി കുറേ നേരം വെയിറ്റ് ചെയ്ത് ഒത്തിരി നേരം നിന്നേ പിന്നെയാണ് കുറേ നേരം നിന്നു. കുറച്ച് നേരം നിന്നപ്പോൾ അവർ പറഞ്ഞു ഇവിടെ ഇങ്ങനെ വണ്ടി ഇട്ടുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല, ഉള്ളിൽ കയറ്റി പാർക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ പാർക്കിംഗ് തപ്പി അകത്തോട്ട് പോയി. പിന്നെ ഒരു സൈഡിലൊക്കെ ഒതുക്കിയിട്ട് കുറേ നേരം വെയിറ്റ് ചെയ്തു. അങ്ങനെ പാർക്കിങ്ങിലൊക്കെ കിടന്ന് ഏകദേശം കുറേ കഴിഞ്ഞപ്പോൾ അവിടുന്ന് അവളെയും പിക്ക് ചെയ്ത് ഞങ്ങൾ ഇറങ്ങി. ബാംഗ്ലൂർ പുറത്തോട്ട് ഇറങ്ങി. ഏകദേശം ഉച്ച സമയമായിരുന്നു. എല്ലാവർക്കും നല്ല വിശപ്പുണ്ട്. രാവിലത്തെ നാസ്ത അത്രയ്ക്ക് അങ്ങ് പറ്റാത്തതുകൊണ്ട് എവിടുന്നേലും ഫുഡൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു മലയാളി ഹോട്ടലുണ്ടെന്ന് പറഞ്ഞ് തപ്പി കണ്ടുപിടിച്ചു. പക്ഷേ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല, ഇടവഴിയൊക്കെ പോകണ കാരണം. റോഡ് സൈഡിൽ തന്നെയുള്ളൊരു ഹോട്ടലിൽ കേരള സ്റ്റൈൽ ഫുഡെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് വിചാരിച്ച് ഞങ്ങൾ ആ ഹോട്ടലിലോട്ട് കയറി. അങ്ങോട്ടൊക്കെ ക്രോസ് ചെയ്ത് കയറാമെന്ന് വിചാരിച്ചു. വലിയ കുഴപ്പമൊന്നുമില്ലാത്തൊരു ഹോട്ടലായിരുന്നു. പുറമേ നിന്ന് കാണാനൊക്കെ നല്ല രസമായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ഫുഡും അത്യാവശ്യം സെറ്റപ്പ് ആയിരിക്കുമെന്ന്. അങ്ങനെ അവിടെ കയറി ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ഫുഡ് വന്നു. ചോറുണ്ടായിരുന്നു. ഞങ്ങൾക്ക് അബദ്ധം പറ്റി, അവർ പറയുന്നൊന്നും ഞങ്ങൾക്ക് മനസ്സിലായില്ല. ചോറുണ്ടാതൊക്കെ വിചാരിച്ച് കയറിയതാണ്. എന്തായാലും ചോറൊന്നും ഉണ്ടില്ല. അവിടെ കയറി പൊറോട്ടയൊക്കെ ഓർഡർ ചെയ്ത്. ഇങ്ങനെ വഴി സൈഡിൽ കണ്ടോ നല്ല രസമില്ലേ, ബൊമ്മകളൊക്കെ ഉണ്ടായിരുന്നു നടന്നു പോകുന്ന സ്ഥലത്തെ.
കരിക്ക് വിൽക്കുന്നുണ്ടായിരുന്നു. കണ്ണന് 2 ദിവസമായിട്ട് വയറിൽ ചെറിയൊരു പ്രശ്നം. എന്നാൽ പിന്നെ ഒരു കരിക്ക് ഓർഡർ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു കരിക്ക് വാങ്ങിച്ച് അവന് കൊടുത്തു. മൊത്തം ഒന്നും കുടിച്ചില്ല, പകുതിയൊക്കെ കുടിച്ചു. പിന്നെ പകുതി ഞാൻ തന്നെയാണ് കുടിച്ചത്. തൊട്ടപ്പുറത്ത് ഇങ്ങനെ പാവകളൊക്കെ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. കണ്ടപ്പോൾ നല്ല രസമുണ്ട്, വാങ്ങണം എന്നൊക്കെ തോന്നി. അഞ്ജലി വാങ്ങണം എന്നൊക്കെ പറഞ്ഞെങ്കിലും വാങ്ങിച്ചില്ല. അങ്ങനെ ഹോട്ടലിൽ കയറി ഫുഡൊക്കെ ഓർഡർ ചെയ്തു. ഫുഡൊക്കെ വന്നു. ഏകദേശം എല്ലാവരും നല്ല വിശപ്പിലായിരുന്നു. കൈയൊക്കെ കഴുകി ഫുഡ് വന്ന വഴി എല്ലാവരും കിട്ടിയതൊക്കെ കഴിച്ചു തീർത്തു. അങ്ങനെ ഇരുന്നപ്പോഴാണ് പറഞ്ഞത് മിൽക്ക് ഷേക്ക് വേണമെന്ന് പറഞ്ഞ് മിൽക്ക് ഷേക്ക് ഓർഡർ ചെയ്തു. അത് ഏകദേശം കുറച്ചൊക്കെ കണ്ണം കുടിച്ചു. ബാക്കി ഞങ്ങൾ തന്നെ കുടിക്കേണ്ട വന്നു. പിന്നെ അഞ്ജലിക്ക് ഓറിയോ ഷേക്ക് വേണമെന്ന് പറഞ്ഞ് അത് വാങ്ങിച്ചു കൊടുത്തു. മൊത്തം ഒന്നും കുടിച്ചില്ലെങ്കിലും ഏകദേശം കുറച്ചൊക്കെ കുടിച്ച് അവസാനിപ്പിച്ച് ബാക്കിയൊക്കെ അവിടെ ഇരുന്നവർ ഞങ്ങളൊക്കെ തന്നെ കുടിച്ച് തീർത്ത്. അങ്ങനെ അവിടുത്തെ ഫുഡൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. നേരെ മൈസൂറാണ് അടുത്ത ലക്ഷ്യം. ഇവിടുന്ന് നേരെ മൈസൂർക്കാണ് പോകാമെന്ന് വിചാരിക്കുന്നു. വൈകുന്നേരത്തോടു കൂടി അവിടെ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു.